അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 4ാം ക്ലാസ്സിലെ തജ്വീദാണ് റിവിഷൻ ചെയ്യാൻ പോകുന്നത്. അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങൾ 11 മുതൽ ലാസ്റ്റ് വരെയാണ്. ഈ 11ാമത്തെ പാഠം മനസ്സിലാവണമെങ്കിൽ ആദ്യം നമ്മൾ 10ാമത്തെ പാഠം നമ്മളൊന്ന് പഠിക്കണം, എന്നാലേ നമുക്ക് 11ാമത്തെ പാഠം മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് 10ാമത്തെ പാഠമാണ്, തഫ്ഹീം തർക്കീക്ക്. തഫ്ഹീം എന്ന് പറഞ്ഞാൽ ശബ്ദം കനപ്പിക്കുക. ശബ്ദം കനപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇപ്പം നമ്മൾ പറയില്ലേ റോ റോ, അപ്പോൾ അവിടെ വായ നിറച്ചിട്ടാണ് പറയുന്നത്. ഇനി വായ നിറക്കാതെ നമുക്ക് വരും ര ഫിരി ഔന, അവിടെ നമ്മൾ വായ നിറക്കുന്നില്ല. അക്ഷരമൊക്കെ ഒന്ന് തന്നെ, റ എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്, പക്ഷെ വായിക്കുമ്പോൾ വായനയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഈ റോ റോ എന്ന് പറയുന്ന വായ നിറച്ച് പറയുന്നതിനാണ് ഈ തഫ്ഹീം എന്ന് പറയുക. വായ നിറക്കാതെ സിമ്പിളായിട്ട് ര എന്ന് പറയുന്ന ശൈലിയിൽ പറയുന്നതാണ് തർക്കീക്ക്. അതാദ്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, അറബി അക്ഷരങ്ങൾക്ക് 2 അവസ്ഥയുണ്ട്, തഫ്ഹീം തർക്കീക്ക്. ഇവിടെ തഫ്ഹീമിൻ്റെ വാക്കർത്ഥം കനപ്പിക്കുക, തർക്കീക്കിൻ്റെ വാക്കർത്ഥം നേർപ്പിക്കുക. ഇത് രണ്ടും പഠിക്കണം, കാണാതെ പഠിക്കണം. തഫ്ഹീം കനപ്പിക്കുക, തർക്കീക്ക് നേർപ്പിക്കുക. തഫ്ഹീം കനപ്പിക്കുക, തർക്കീക്ക് നേർപ്പിക്കുക. ഇനി നാവിൻ്റെ ഗതി ഉയരൽ കൊണ്ട് തഫ്ഹീം. തഫ്ഹീം ഉണ്ടാവുന്നത് എങ്ങനെ? പരീക്ഷയ്ക്ക് ചോദ്യം വരും. നാവിൻ്റെ ഗതി ഉയരൽ കൊണ്ട്. ഗതി എന്ന് പറഞ്ഞാൽ എന്താ? ഗതി എന്ന് പറഞ്ഞാൽ നാവ് ഇങ്ങനെ അല്ല നിൽക്കുന്നത്, അതൊന്നിങ്ങനെ പൊങ്ങും, അതാണ് ഗതി ഉയരുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പം നാവ് ഒന്ന് ഉയർന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? തഫ്ഹീം ഉണ്ടാക്കുക. വായൻ്റെ ശബ്ദം, വായയിൽ ശബ്ദം നിറക്കുക. അപ്പം നാവിൻ്റെ ഗതി ഉയരൽ കൊണ്ട് തഫ്ഹീം, നാവിൻ താഴൽ കൊണ്ട് തെർക്കീക്ക്. അപ്പം നാവിൻ്റെ ഗതി ഉയരൽ കൊണ്ട് ഇങ്ങനെ ആകുമ്പോൾ തഫ്ഹീം, ഇങ്ങനെ ആകുമ്പോൾ തെർക്കീക്ക്. റെഡി? തഫ്ഹീം തെർക്കീക്ക്. റോ ര, റോ ര. തഫ്ഹീമും താഴൽ കൊണ്ട് തെർക്കീക്കും. ഇത് പരീക്ഷയ്ക്ക് വന്നതാണ്. നാവിൻ്റെ ഗതി ഉയരൽ കൊണ്ട് തഫ്ഹീം. പരീക്ഷയ്ക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് വരും, പൂരിപ്പിക്കാനായിട്ട് വരും. അപ്പോൾ നല്ലോണം പഠിക്കുക. നാവിൻ്റെ ഗതി ഉയരൽ കൊണ്ട് തഫ്ഹീം, പിന്നെ തെർക്കീക്ക് താഴൽ കൊണ്ട്. പരീക്ഷയ്ക്ക് ഇങ്ങനെയും ചോദിക്കും, തഫ്ഹീം എന്തുകൊണ്ട്, തെർക്കീക്ക് എന്തുകൊണ്ട്, അങ്ങനെയും ചോദിക്കാൻ വരാണ്. അടുത്തത് ഇസ്തിഇലാഇൻ്റെ ഹർഫുകൾ. ഇസ്തിഇലാഇൻ്റെ ഹർഫുകൾ 7 എല്ലാ സമയത്തും തഫ്ഹീമായിട്ടാണ് ഉച്ചരിക്കുക. ഇസ്തിഇലാഇൻ്റെ ഹർഫുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഖാ, സ്വാദ്, ളാദ്, ഗൈന്, ത്വാ, ഖാഫ്, ലോ. അല്ലേ? ഈ അക്ഷരങ്ങൾ എപ്പോഴും എന്തായിട്ടാണ് ഉച്ചരിക്കുള്ളൂ? വായ നിറച്ചിട്ടേ പറയുള്ളൂ. ഖാ എന്ന് പറഞ്ഞു നോക്ക് നിങ്ങൾ. ഖാ, സ്വ, വോ, ഓ, ത്വോ, ഖോ എല്ലാം വായ നിറച്ചിട്ടേ പറയാൻ കഴിയുന്നുള്ളൂ. നമ്മൾ രാ പറയുന്നത് പോലെ ഇത് പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് എല്ലാ സമയത്തും വായ നിറച്ചേ പറയാൻ കഴിയും. അപ്പോൾ എല്ലാ സമയത്തും തഫ്ഹീമാവുന്ന അക്ഷരങ്ങൾ 7 ആ 7 അക്ഷരങ്ങൾക്ക് പറയുന്ന പേര് ഇസ്തിഇലാഇൻ്റെ ഹർഫുകളാണ്. അത് പഠിക്കാനുള്ള ഷോർട്ടാണ് ഖുസ്സലിഅത്തിൻ ഖിൽ. ഖുസ്സലിഅത്തിൻ ഖിൽ. ഇവിടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ? ഇസ്തിഇലാഇൻ്റെ ഹർഫുകൾ ഏതാണ്? ഖുസ്സലിഅത്തിൻ ഖിൽ. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്ന വേറൊരു ചോദ്യം, എല്ലാ സമയത്തും തഫ്ഹീമായിട്ട് ആണ് ഉച്ചരിക്കുന്നത് ഏത്? ഇസ്തിഇലാഇൻ്റെ ഹർഫുകൾ. പരീക്ഷയ്ക്ക് അങ്ങനെ വരും. ഇനി ഇസ്തിഇലാഇൻ്റെ ഹർഫുകൾ എല്ലാ സമയത്തും ഡാഷ് എന്താണ്? തഫ്ഹീമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടും ചോദ്യം വരും, ഇത് പൂരിപ്പിക്കാനും വരും, ഇത് പൂരിപ്പിക്കാനും വരും. അപ്പോൾ അത് നല്ലോണം പഠിച്ചു വെക്കുക. ഖുസ്സലിഅത്തിൻ ഖിൽ. ഇവിടുന്ന് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ ഒരുപാട് ഈ പാഠത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ തഫ്ഹീമിനെ കുറിച്ച് മനസ്സിലാക്കി. തർക്കീക്ക് എന്ന് പറഞ്ഞാൽ നേർപ്പിക്കലാണെന്ന് മനസ്സിലാക്കി. ഈ 7 അക്ഷരങ്ങൾ എപ്പോഴും വായ കനപ്പിച്ചേ പറയാൻ പാടുള്ളൂ, വായ നിറച്ചേ പറയാൻ പാടുള്ളൂ. അതാണ് ഇസ്തിഇലാഇൻ്റെ ഹർഫുകൾ. എന്നാൽ ചില സമയത്ത് വായ നിറച്ച് പറയണം, ചില സമയത്ത് വായ നിറക്കാതെ നേർപ്പിച്ചും പറയണം. അങ്ങനത്തെ 2 അക്ഷരങ്ങളുണ്ട്. അതേതാണ്? റാവും ലാമുമാണ്. റാവും ലാമും ചില സമയത്ത് തഫ്ഹീമാക്കണം, ചില സമയത്ത് തർക്കീക്കാക്കണം. എന്താ പറയണേ? റാവും ജലാലത്തിൻ്റെ ഇസ്മിലെ ലാം. എന്ത് ജലാലത്തിൻ്റെ ഇസ്മ പറഞ്ഞാൽ? അള്ളാഹ് എന്നതിലെ ലാം, അതാണ് ജലാലത്തിൻ്റെ ഇസ്മിലെ ലാം പറഞ്ഞാൽ. റാവും അള്ളാഹ് എന്നതിലെ ലാമും ചിലപ്പോൾ തഫ്ഹീമും മറ്റു ചിലപ്പോൾ തർക്കീക്കുമാകും. റെഡി? അപ്പോൾ ഇസ്തിഇലാഇൻ്റെ ഹർഫുകൾ എപ്പോഴും തഫ്ഹീമായിരിക്കും, പക്ഷെ ഇതങ്ങനെയല്ല. റാ അങ്ങനെയല്ല, ചില സമയത്ത് തഫ്ഹീമായിരിക്കും, ചില സമയത്ത് തർക്കീക്കായിരിക്കും. അത് പിന്നീട് വിവരിക്കും. മദ്ദിയായ വാവ്. എന്താ മദ്ദിയായ വാവ് പറഞ്ഞാൽ? നീട്ടാൻ വന്ന വാവ്, അലിഫ്. മദ്ദിയായ അലിഫ് എന്ന് പറഞ്ഞാൽ നീട്ടാൻ വന്ന അലിഫ്. ഇസ്തിഇലാഇൻ്റെ ഹർഫിൻ്റെ കൂടെ വന്നാൽ അവയും തഫ്ഹീമാക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഖോ അല്ലേ, ഖാഇൻ്റെ ശേഷം ഒരു അലിഫ് വന്നു, അപ്പോൾ ഹോ എന്ന് പറയണം. അപ്പോൾ നമ്മൾ ആ അലിഫിന് എന്താക്കുന്നുണ്ട്? വായ നിറച്ചാ പറയുന്നത്. ഇനി എന്താണ് തഫ്ഹീമിൻ്റെ ഡെഫിനിഷൻ? വായ നിറയും വിധം ശബ്ദം നൽകുന്നതിനാണ് തഫ്ഹീം എന്ന് പറയുന്നത്. ചോദ്യം വരും,
എന്താണ് തഫ്ഹീം? 2 മാർക്കിന്റെ ചോദ്യമായിട്ട് വന്നാൽ നമ്മൾ ഉത്തരം എഴുതേണ്ടത് ഇങ്ങനെയാണ്: വായ നിറയും വിധം. വായ നിറയും വിധം എന്ന് പറഞ്ഞാൽ നമ്മളെ വായ ഇങ്ങനെ നിറയ്ക്കുക, ശബ്ദം നൽകുക. നമ്മളെ ശബ്ദം വായയിൽ ഫുള്ള് ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് പോലെ വായ നിറഞ്ഞ രൂപത്തിൽ സംസാരിക്കുക. ഹോ, നമ്മൾ ഈ ഏത് അക്ഷരം പറഞ്ഞാലും അങ്ങനെ വരിക. അപ്പോൾ അതാണ് തഫ്ഹീം. എന്താണ് തഫ്ഹീം? വായ നിറയും വിധം ശബ്ദം നൽകുന്നതിനാണ് തഫ്ഹീം എന്ന് പറയുന്നത്. ഹോ, സോ, ലോ, അങ്ങനെ എല്ലാം. അപ്പോൾ ഈ പാഠത്തിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകണം, തഫ്ഹീമുർ റാ. നമ്മൾ പറഞ്ഞു റാഇന് തഫ്ഹീമിന്റെ അവസ്ഥയുണ്ട്, തർക്കീക്കിന്റെ അവസ്ഥയുണ്ട്. അപ്പോൾ തഫ്ഹീമുർ റാ 5 സമയങ്ങളിലാണ് റാഇനെ തഫ്ഹീമാക്കേണ്ടത്. 5 സ്ഥലങ്ങളിലാണ് റാഇനെ തഫ്ഹീമാക്കുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, തഫ്ഹീം റാഇന് ഉണ്ടാവണമെങ്കിൽ എപ്പോഴും റാഇന് ഫതഹോ അല്ലെങ്കിൽ ലമ്മോ, ഇതാണ് പ്രധാനമായിട്ട് തഫ്ഹീമിന്റെ സമയം. റാഇന് ഫതഹും ലമ്മും വന്നാൽ എപ്പോഴും എന്തായിരിക്കും? തഫ്ഹീമായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ 5 സ്ഥലങ്ങളിലാണ് എന്തുണ്ടാവുക? തഫ്ഹീം ഉണ്ടാവുക. അതിൽ ഒരു ചാൻസ് ഇപ്പം തന്നെ നമ്മൾ പഠിച്ചു. എന്താ? റാഇന് ഫതഹോ ലമ്മോ വരിക. ഇനി നമ്മൾ അതിന് ഉദാഹരണം നമുക്ക് റബ്ബന ബിഇസ ശറാബു, പിന്നെ വ ഫുർഷിം മർഫൂഅ, ഇവിടെയൊക്കെ ഉണ്ട് മസ്റൂറ. അപ്പോൾ റാഇന് ഫതഹോ ലമ്മോ രണ്ടാലൊന്ന് വന്നാൽ എന്തായി? അത് തഫ്ഹീമായി. ഇനി രണ്ടാമത്തത് എന്താണ്? റാഇന് സുക്കൂനാണ്, പക്ഷേ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹോ ലമ്മോ ഉണ്ടാവുക. അപ്പോൾ രണ്ടാമത്തെ ചാൻസ് നമ്മൾ പഠിച്ചു കേട്ടോ. 2 പഠിച്ചു. റാഇന് സുക്കൂനും തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹോ ലമ്മോ. ദാ ഫഅസർന, ഇവിടെ റാഇന് സുക്കൂനാണ്, പക്ഷെ തൊട്ട് മുമ്പുള്ള ഫതഹാണ്. അതുപോലെ ഇവിടെ റാഇന് സുക്കൂനാണ്, തൊട്ട് മുമ്പ് ലമ്മാണ്. അപ്പോൾ 2 ചാൻസ് ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഇത് 5 സ്ഥലങ്ങളിൽ നമ്മൾ നിർബന്ധമായും പഠിക്കണം. 5 സ്ഥലം നിർബന്ധമായും പഠിക്കണം. പഠിക്കണം എന്തിനാ? പരീക്ഷയ്ക്ക് ചോദ്യം വരിക, ഒരു ഉദാഹരണം തന്നിട്ട് ഇവിടെ തഫ്ഹീമാണോ തർക്കീക്കാണോ നോക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ തഫ്ഹീം ഏതൊക്കെ സാഹചര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് റാഇൻ്റെ ഹർക്കത്ത് ഫതഹോ ലമ്മോ ആവുക, അതാ നമ്മൾ പഠിച്ചത്. റാഇൻ്റെ ഹർക്കത്ത് ഫതഹോ ലമ്മോ ആവുക, ഒന്ന് പഠിച്ചു. അടുത്ത് 2, റാഇന് സുക്കൂനും റാഇൻ്റെ മുമ്പുള്ള ഹർഫിന് ഫതഹോ ലമ്മോ ആവുക. അതാണ് റാഇന് സുക്കൂനാണ്, പക്ഷേ മുമ്പുള്ള അക്ഷരത്തിന് ഫതഹോ ലമ്മോ ആവുക. ഇനി നമ്മൾ മൂന്നാമത്തെ പഠിക്കാൻ പോവാണ്. റാഇന് സുക്കൂനും റാഇൻ്റെ മുമ്പുള്ള ഹർഫിൻ്റെ കസ്ർ താൽക്കാലികം ആരിലാവുക, അല്ലെങ്കിൽ റാഇൻ്റെ മുമ്പുള്ള കസ്ർ മറ്റൊരു പദത്തിലാവുക. മൂന്നാമത്തത് കുറച്ച് വലുതാണ് അല്ലേ? റാഇന് സുക്കൂനാണ്, പക്ഷേ എന്താണ്? റാഇന് സുക്കൂന്, പക്ഷെ റാഇൻ്റെ മുമ്പുള്ള ഹർഫിൻ്റെ കസ്ർ ആരിലാണ്. അപ്പോൾ മുമ്പ് കസ്ർ ഉണ്ട്. മുമ്പ് എന്താണ്? കസ്റാട്ടോ, ഫതഹ അല്ല, കസ്റാണ്. പക്ഷെ അത് താൽക്കാലികമായി ആവതാണ്, അല്ലെങ്കിൽ റാഇൻ്റെ മുമ്പുള്ള കസ്ർ മറ്റൊരു പദത്തിലാണ്. അപ്പോൾ വേറെ വാക്കിലാണ് എന്തുള്ളത്? കസ്ർ ഉള്ളത്. അതിന് നമുക്ക് ഉദാഹരണം നോക്കാം. ഉദാഹരണം നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നോക്കൂ, ഇവിടെ ഇർജിഇ, ഇവിടെ മൂന്നാമത്തെ റാഇന് സുക്കൂനാണ് അല്ലേ? എന്നാൽ മുമ്പുള്ള അക്ഷരത്തിലുള്ള ഈ കസ്ർ എന്താണ്? ആരിലാണ്, പുതുതായതാണ്. എന്താ പുതുതായത് പറഞ്ഞാൽ ഇത് എപ്പോഴും ഇവിടെ ഉണ്ടാവില്ല. ഈ കസ്ർ ചിലപ്പോൾ മാറും. ഈ കസ്ർ ഉണ്ടാവാതെ ഓതും. നമ്മൾ ഇവിടെ വേറൊരു വാക്കുണ്ടെങ്കിൽ ഈ കസ്ർ ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണം റബ്ബിർജിഇ, ഇവിടെ നോക്കുമ്പോൾ റബ്ബിർജിഊനി. അപ്പോൾ ഇവിടെയുള്ള ഈ കസ്ർ എന്തല്ല? സ്ഥിരമല്ല. അതാണ് താൽക്കാലികം എന്ന് പറഞ്ഞാൽ, താൽക്കാലികമായ കസ്ർ. അപ്പോൾ റാഇന് സുക്കൂനും പിന്നെ മുമ്പുള്ള അക്ഷരത്തിന് താൽക്കാലികമായ കസ്റും. പിന്നെ അതേപോലെ തന്നെ റാഇന് സുക്കൂനും മുമ്പുള്ള കസ്ർ വേറെ വാക്കിലാവുക. അത് നോക്ക്, ഇവിടെ നോക്കൂ, ഇവിടെ കസ്ർ റാഇന് സുക്കൂനുണ്ട്, തൊട്ട് മുമ്പുള്ള കസ്ർ വേറെ വാക്കിലാണ് അല്ലേ? അതേ വാക്കിലല്ലല്ലോ. അതേ വാക്കിലാണോ? അല്ല. അപ്പോൾ അതേ വാക്കിലല്ല, പക്ഷെ മറ്റൊരു വാക്കിലാണ് കസ്റുള്ളത്. അപ്പോഴും എന്തെന്നെ ചെയ്യേണ്ടത്? തഫ്ഹീം തന്നെ ചെയ്യേണ്ടത്. എന്താ ഈ തഫ്ഹീം എന്ന് പറഞ്ഞാൽ? റാന്ന് ഓതണം. അപ്പോൾ ഇവിടെ ഇർജിഇ, ഈ ഇർജിഇ എന്ന് ഓതാൻ പറ്റുമോ? ഇവിടെ ഇല്ല. ഇവിടെ റബ്ബിർജിഇ എന്ന് ഓതാൻ പറ്റുമോ? ഇല്ല, റബ്ബിർജിഇ. ഇവിടെ റബ്ബന എന്നുള്ളത് രബ്ബന എന്ന് ഓതാൻ പറ്റുമോ? ഇല്ല, റബ്ബന. ഫഅസർന, ഫഅസർന ഓതാൻ പറ്റുമോ? പറ്റൂല. ശുർബ പറ്റുമോ? ഇല്ല, ഷുർബ. സുർത്തും, അത് സിർത്തും എന്ന് ഓതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതാണ് ഈ തഫ്ഹീം തർക്കീക്ക് പറഞ്ഞാൽ. തഫ്ഹീം പറഞ്ഞാൽ നമ്മൾ റോ റീ റു എന്ന് പറയാം, തർക്കീക്ക് പറഞ്ഞാൽ രാ രീ രു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ചാൻസ് പഠിച്ചു. ഒന്നെന്താണ്? റാഇന് ഫതഹോ ലമ്മോ ആവുക. 2, റാഇന് സുക്കൂനും തൊട്ട് മുമ്പുള്ളതിന് ഫതഹോ ലമ്മോ ആവുക. 3, റാഇന് സുക്കൂനും തൊട്ട് മുമ്പുള്ളത് എന്താണ്?
താൽക്കാലികമായ കെസറോ അല്ലെങ്കിൽ കെസർ മറ്റൊരു വാക്കിലോ ആവുക. അപ്പൊ 3 ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു. ഇനി 4 പഠിക്കാം. 4 സുക്കൂനുള്ള റാഇന്റെ മുമ്പുള്ള കെസർ അസിലിയാണ്. അപ്പോൾ സുക്കൂനുള്ള റാ ഉണ്ട്, മുമ്പുള്ള കെസർ ഉണ്ട്, അത് താൽക്കാലിക അല്ല, പെർമനന്റിനെയാണ്. എന്നിട്ടോ അസിലി ആയിരിക്കും. അതേ കലിമത്തിൽ റായിന് ശേഷമുള്ള ഹർഫ് ഇസ്തീലായിൽപ്പെട്ടതാവുക. അപ്പൊ ശേഷമുള്ള അക്ഷരമാണ് നോക്കേണ്ടത്. ശേഷം വരുന്ന അക്ഷരം നമ്മൾ നേരത്തെ പഠിച്ച സ്വാദ്, അതുപോലെ ലോദ്, തോ ലോ എന്ന് പറഞ്ഞ ആ അക്ഷരം ഹുസ്സൽ എഴുത്തിൻ കില്ലുള്ള അക്ഷരം വന്നല്ലോ. ഹുസ്സൽ എഴുത്തിൻ കില്ലിന്റെ പ്രത്യേകത എന്താ? എപ്പോഴും എന്തായിരിക്കും? അത് തഫ്ഹീമായിരിക്കും. അപ്പൊ ആ അക്ഷരങ്ങൾ റായിന് ശേഷം വന്നാൽ റായിന് എന്താക്കണം? തഫ്ഹീമാക്കണം. തിരിഞ്ഞോ? അവിടെ തെർക്കീക്കാക്കാൻ പറ്റൂല, അവിടെ രാ എന്ന് പറയാൻ പറ്റൂല. നോക്കൂ നിങ്ങൾ 4 ഉദാഹരണം നോക്ക്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നോക്കൂ, റായിന് സുക്കൂനാണോ? ആണ്, റായിന് സുക്കൂനാണ്. തൊട്ടു മുമ്പുള്ള കെസറുണ്ടോ? കെസറുണ്ട്. തൊട്ടു മുമ്പുള്ള കെസറുണ്ട്. പക്ഷെ ശേഷമുള്ളത് എന്താണ്? ഇസ്തീലാന്റെ അക്ഷരാണ്. അപ്പൊ എന്താകും? മിർസാദ്. അപ്പോ എന്ത് ചെയ്യണം? ഇവിടെ തഫ്ഹീം ചെയ്യും. സാധാരണ ഈ തെർക്കീക്ക് മനസ്സിലാക്കി ഇത് നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ റായിന് സുക്കൂനും തൊട്ടുമുമ്പ് കെസറും വന്നാൽ ശരിക്ക് തെർക്കീക്കാ വേണ്ട. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. ഫിരിഔന. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ ഫായിന് കെസറാണ്. ഫായിന് കെസർ, റായിന് സുക്കൂന് തൊട്ട് മുമ്പ് കെസറും വന്നാൽ ശരിക്കും എന്താ ചെയ്യേണ്ടത്? തെർക്കീക്കാക്കിയത്. ഇവിടെ ഫിർ എന്ന് ഓതാൻ പറ്റില്ല, ഫിർ എന്ന് ഓതണ്ട, ഫിരിഔന. അതേപോലെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. മിർസാദ് എന്ന ശരിക്ക് വരേണ്ടത്. പക്ഷെ ഇവിടെ അപ്പുറത്ത് ആര് വന്നു? സ്വാദ് വന്നു. സ്വാദ് എന്തിൽപ്പെട്ട അക്ഷരാണ്? നമ്മൾ പറഞ്ഞ ഹുസ്സദ് ഇതിൽപ്പെട്ട അക്ഷരാണ്. ശേഷമുള്ള ഇസ്തീലാന്റെ അക്ഷരം വന്നതുകൊണ്ട് അപ്പൊ എന്ത് ചെയ്യണം? അവിടെ തഫ്ഹീമ മിർസാദ് എന്ന് ഓതണം. എന്ത് ഓതാൻ പാടില്ല? മിർസാദ് എന്ന് ഓതാൻ പാടില്ല. ഫിർഖത്തിൻ, ഇവിടെ ഖാഫ് വന്നു. മനസ്സിലായല്ലോ? അപ്പോ 4 നമ്മൾ പഠിച്ചു. എന്താണ് 4? റായിന് സുക്കൂനാവുകയും തൊട്ടു മുമ്പ് കെസർ വരികയും എന്നാൽ ശേഷമുള്ളത് ഇസ്തീലാന്റെ അക്ഷരമാവുകയും ചെയ്യുക. അപ്പൊ 4 പഠിച്ചു. ഇനി 5 കൂടി പഠിച്ചാൽ ഈ പാഠം കംപ്ലീറ്റ് ആയി. 5 എന്താ? വഖഫ് ചെയ്തതിനാൽ, കാണുന്നില്ലേ? വഖഫ് ചെയ്തതിനാൽ റായിന് സുക്കൂന് വരുമ്പോൾ റായിന്റെ മുമ്പ് യാ അല്ലാത്ത സാക്കിനായ ഹർഫും അതിന്റെ മുമ്പ് ഫതഹോ ലമ്മോ ഉള്ള ഹർഫുകളും ഉണ്ടാവുക. ഈ പറഞ്ഞ 5 രൂപത്തിലും റായിന് തഫ്ഹീമായി ഉച്ചരിക്കണം. നമ്മൾ ഉദാഹരണങ്ങളോട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. വഖഫ് ചെയ്തതിനാൽ റായിന് സുക്കൂൻ വരുമ്പോൾ, അപ്പോൾ വഖഫ് ചെയ്യുമ്പോൾ റായിന് സുക്കൂൻ വരും, ഉറപ്പല്ലേ? ഒരു റായിമ സുക്കൂൻ ചെയ്യാണ്, അല്ല വഖഫ് ചെയ്യുകയാണെങ്കിൽ സുക്കൂൻ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ റായിന്റെ മുമ്പ് യാ അല്ലാത്ത സാക്കിനായ ഹർഫും അതിന്റെ മുമ്പ് ഫതഹോ ലമ്മോ ഉള്ള ഹർഫുകളും ഉണ്ടാവുക. നോക്കൂ നിങ്ങൾ ഉദാഹരണം നോക്കൂ. വൽ അസുർ സുക്കൂൻ ചെയ്തില്ലേ? വഖഫ് കൊണ്ട് സുക്കൂൻ ചെയ്തു അല്ലേ? എന്നിട്ട് എന്താ പറഞ്ഞത്? സുക്കൂൻ ആവുകയും തൊട്ട് മുമ്പുള്ളത് വഖഫ് ചെയ്ത റായിന് സുക്കൂന് വരുമ്പോൾ റായിന്റെ മുമ്പ് യാ അല്ലാത്ത സാക്കിനായ ഹർഫ് അല്ലെ? ഇവിടെ യാ ആണോ? സ്വാദാണ്. യാ അല്ലാത്ത സുക്കൂനാണോ? ആണ്. അപ്പൊ യാ അല്ലാത്ത സുക്കൂനായ ഹർഫാണ് ഇവിടെ ഉള്ളത്. എന്നിട്ടോ സാക്കിനായ ഹർഫും അതിന്റെ മുമ്പ് ഫതഹോ ലമ്മോ ഉള്ള ഹർഫുകളാവുക. കുറെ നിബന്ധന ഉണ്ട്. അതിന്റെ മുമ്പ് ഫതഹോ ലമ്മോ ആവണം. അപ്പോൾ ഇവിടെ ഫതഹും ലമ്മും. അപ്പൊ എന്തൊക്കെ പഠിച്ചു? റാ വഖഫിനാൽ സുക്കൂന് വരികയും തൊട്ടു മുമ്പുള്ളതിനിക്ക് സുക്കൂനാവുകയും യാ അല്ലാത്ത സുക്കൂനുള്ള ഹർഫാവുകയും പിന്നെ അതിനു മുമ്പ് ഫതഹോ ലമ്മോ ആവുകയും ചെയ്യുക. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം? തഫ്ഹീം ചെയ്യണം. വൽ അസുർ, ഇവിടെ വൽ അസുർ എന്ന് ഓതാൻ പറ്റൂല. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ വസബ്ബിഹ് ബിഹംദി റബ്ബിക ബിൽ അശി വൽ ഇബ്കാരി എന്ന് പറ്റൂല, ഇബ്കാർ. വഹുസ്സില മാഫി സുദൂർ എന്ന് പറ്റൂല. ഓക്കെ, അപ്പൊ 5 സ്ഥലങ്ങൾ നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചു. ഏതൊക്കെ? റായിന് ഫതഹോ ലമ്മാവുക, റായിന് സുക്കൂനും മുമ്പുള്ളതിന് ഫതഹോ ലമ്മാവുക, പിന്നെ അടുത്ത് റായിന് സുക്കൂനും മുമ്പുള്ളതിനിക്ക് കെസറും താൽക്കാലികമായ കെസറും, പിന്നെ അല്ലെങ്കിൽ റായിന്റെ മുമ്പുള്ള കെസർ മറ്റൊരു വാക്കിലും ആവുക. അതല്ലേ? 3 ഒന്നും കൂടി കൺഫേം ആക്കുക. സംശയം ഉണ്ടോ? 3 എന്താ? റായിന് സുക്കൂനും റായിന്റെ മുമ്പുള്ള ഹർഫിന്റെ കെസർ ആരിൽ ആവുക, താൽക്കാലികമാവുക എന്നർത്ഥം. അല്ലെങ്കിൽ റായിന്റെ മുമ്പുള്ള കെസർ മറ്റൊരു പദത്തിലാവുക. അടുത്ത് 4 എന്താ പറഞ്ഞു? റായിന് സുക്കൂനാണ്, തൊട്ടു മുമ്പുള്ളതിന് കെസറുണ്ട്, പക്ഷെ ശേഷമുള്ളത് ഇസ്തീലാന്റെ അക്ഷരമാകുമ്പോൾ എന്ത് ചെയ്യണം? തഫ്ഹീം ചെയ്യണം. 5 കുറച്ച് വലിപ്പമുണ്ട്, ഒന്ന് നല്ലോണം ശ്രദ്ധിച്ചു പഠിക്കണം. എന്താണ്? റായിന് വഖഫിനാൽ സുക്കൂന് വരിക. എന്തൊക്കെ പഠിക്കേണ്ടത്? വഖഫ് ചെയ്തതിനാൽ റായിന് സുക്കൂന് വരിക. റായിന് സുക്കൂൻ തന്നെ കേട്ടോ.
റായിന് സുക്കൂൻ തന്നെയാണ്, പക്ഷേ ഈ സുക്കൂൻ എന്താണ് വഖഫ് കൊണ്ട് ഉണ്ടാകുന്നതാണെന്ന് അർത്ഥം. അപ്പോൾ റായിന് സുക്കൂന് വരികയും പിന്നെ വഖഫിനാൽ സുക്കൂന് വരികയും റായിൻ്റെ മുമ്പ് യാ അല്ലാത്ത സാക്കിനായ ഹർഫാവുകയും വേണം. യാ അല്ലാത്തതാവണം കേട്ടോ, യാ അല്ലാത്ത സാക്കിനായ ഹർഫാവണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിന് മുമ്പ് ഫതഹോ ലമ്മ ഉണ്ടാവണം. ഇങ്ങനെ ഈ 5 സ്ഥലങ്ങളിലാണ് എന്ത് വേണ്ടത് തഫ്ഹീം ചെയ്യേണ്ടത്. തഫ്ഹീം എന്ന് പറഞ്ഞാൽ റോ എന്ന് ഓതേണ്ടത്. ഇനി ഇവിടെ തഫ്ഹീമും തർക്കീക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, അതാ പറയുന്നത്. എന്നാൽ ശുറാ സൂറത്തിൽ 63-ാം ആയത്തിൽ ഫകാന കുല്ലു ഫിർഖിൻ ഖത്തൗദിൽ അളീം എന്നതിൽ റാഇന് തഫ്ഹീമും തർക്കീക്കും ജായിസാകും. അപ്പോൾ റാഇന് തഫ്ഹീമും തർക്കീക്കും ജായിസാകും എന്തുകൊണ്ട് എന്നാണ് പല പരീക്ഷയ്ക്കും ചോദ്യം വന്നത്. ഫകാന കുല്ലു ഫിർഖിൻ ഖത്തൗദിൽ അളീം എന്നതിൽ റാഇന് തഫ്ഹീമും തർക്കീക്കും ജായിസാകുന്ന എന്തുകൊണ്ട്? എന്താ ഉത്തരം? ഇസ്തിഇലാഇന്റെ ഹർഫായ ഖാഫിന് കസ്റായത് കാരണം. എവിടെ ഇസ്തിഇലാഇന്റെ അക്ഷരം ഇതാ കണ്ടോ, ഇവിടെ റാഇന് സുക്കൂനുണ്ട്, തൊട്ടുമുമ്പിൽ കസ്റുണ്ട്, പക്ഷെ ശേഷമുള്ള ഖാഫ് എന്താണ്? ശേഷമുള്ള ഖാഫിന് കസ്റാണ്. ഇസ്തിഇലാഇന്റെ അക്ഷരത്തിന് കസ്ർ വന്നതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം? തഫ്ഹീമും തർക്കീക്കും ജായിസാണ്. അപ്പോൾ തഫ്ഹീമും തർക്കീക്കും ജായിസാനുള്ള കാരണം ഇസ്തിഇലാഇന്റെ ഹർഫായ ഖാഫിന് കസ്റായത് കാരണം. അപ്പോൾ അത് നല്ലോണം പഠിക്കുക. പരീക്ഷയ്ക്ക് പിന്നെ ഈ പാഠത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഒന്ന് ഈ ചോദ്യം തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം പിന്നെ തഫ്ഹീമാക്കേണ്ട സ്ഥലങ്ങൾ 3 അല്ലെങ്കിൽ 2 എഴുതുക, അതൊരു ചോദ്യം വരും. പിന്നെ വരുന്നത് നിങ്ങൾക്ക് തന്ന ഉദാഹരണം തന്നിട്ട് ആ ഉദാഹരണം തഫ്ഹീമാണോ തർക്കീക്കാണോ എന്ന് തിരിച്ചറിയാനുണ്ടാകും, അതും നിങ്ങൾ പഠിക്കുക. പിന്നെ ബാക്കി ഈ പാഠത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. ഈ 2 പാഠം നമ്മൾ ഇന്ന് റിവിഷൻ ചെയ്തത്.